സ്ത്രീ പ്രാതിനിധ്യം കൂട്ടണമെന്നാണ് പാർട്ടിയുടെ ആഗ്രഹമെന്ന് ജെ മേഴ്സിക്കുട്ടിയമ്മ റിപ്പോർട്ടറിനോട് ബ്ലൂ ഇക്കണോമിയെക്കുറിച്ച് നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയതാണ്. ആശാവർക്കർമാർക്ക് കൂലി ഇത് പോരാ എന്നത് തന്നെയാണ് നിലപാട്. മിനിമം കൂലി നൽകണം, പക്ഷേ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്നും ജെ മേഴ്സിക്കുട്ടിയമ്മ റിപ്പോർട്ടറിനോട് പറഞ്ഞു. സ്ത്രീകൾക്ക് പരിഗണന കൊടുക്കുന്ന പാർട്ടിയാണ് CPM. ഞങ്ങളത് കൃത്യമായി ആ പരിഗണനയിലൂടെ തന്നെ കാര്യങ്ങൾ പോകും. ബ്ലൂ ഇക്കോണമിയുമായി ബന്ധപ്പെട്ട് 18 ഈ നയം വരുമ്പോൾ തന്നെ കൃത്യമായി ബ്ലൂ ഇക്കോണമിയെക്കുറിച്ച് കമൻറ്റ് പറഞ്ഞത് കേരളത്തിലെ ഗവൺമെൻറ്റാണ്. അന്ന് ഞാനായിരുന്നു ഫിഷറീസ് മന്ത്രി. കൃത്യമായി ഞങ്ങൾ അതിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു. സാനിയ മനോമി നമുക്കൊപ്പം. ഗുഡ് ഈവനിങ് സാനിയ മനോമി. കൂടുതൽ സ്ത്രീകൾ വരുന്നു എന്നത് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. വനിതാ സംവരണ നിയമമൊക്കെ യാഥാർത്ഥ്യമായ രാജ്യമാണ്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ കൂടുതൽ പേരെ പരിഗണിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി പട്ടികയിലടക്കം ആ മാറ്റം ഉണ്ടാകുന്നതിലേക്ക് ഈ സംസ്ഥാന സമ്മേളനം എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കാമോ? അങ്ങനെ തന്നെയാണ് സുജയ പ്രതീക്ഷിക്കുന്നത്. അതായത് സ്ത്രീകൾ കൂടുതൽ വരണമെന്നാണ് പാർട്ടിയുടെ അഭിപ്രായമെന്നാണ് ജെ മേഴ്സിക്കുട്ടിയമ്മ അല്പസമയം മുൻപ് നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്. സ്ത്രീകൾക്ക് എല്ലാ കാലത്തും പരിഗണന കൊടുക്കുന്ന പാർട്ടി തന്നെയാണ് CPM. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്ത്രീകൾ വരണം എന്നാണ് പാർട്ടി ആഗ്രഹിക്കുന്നതെന്ന് അവർ പറയുന്നു. അപ്പോഴും ഏരിയ സെക്രട്ടറിമാരുടെയും ലോക്കൽ സെക്രട്ടറിമാരുടെയും ജില്ലാ സെക്രട്ടറിമാരുടെയും ഒക്കെ എണ്ണം കുറവോ അല്ലെങ്കിൽ തീരെ ഇല്ലാത്തതോ ആയ അവസ്ഥയുണ്ടെന്ന് നമ്മൾ ചോദിക്കുമ്പോഴും അവർ പറയുന്നത് അത് കൃത്യമായ കേഡർ വ്യവസ്ഥയിലൂടെ വളർന്നു വരേണ്ടവരാണ്. പക്ഷേ സ്ത്രീ പ്രാതിനിധ്യം പഴയ കാലത്തേക്കാൾ നല്ല മുന്നേറ്റമുണ്ട് എന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ മേഴ്സിക്കുട്ടിയമ്മ പറയുന്നത്. അവർക്ക് സ്വന്തമായ ഒരു അഭിപ്രായത്തിൻ്റെ അപ്പുറത്തേക്ക് അവർ പാർട്ടിയുടെ അഭിപ്രായം കടമെടുക്കുക തന്നെയാണ് ഈ വിഷയത്തിൽ ചെയ്യുന്നത്.